ബിരിയാണി ഉണ്ടാക്കിയാലോ? നമ്മൾ എത്ര നല്ല ബിരിയാണി പുറത്തുനിന്ന് കഴിച്ചാലും നമ്മൾ ഉമ്മ ഉണ്ടാക്കുന്ന ബിരിയാണി അവിടെ ഒന്നും എത്തൂലല്ലോ. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. ഫ്രണ്ട്സ് എന്നെ എപ്പോഴും കളിയാക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ എന്ത് കഴിച്ചാലും പറയും, ഓ എന്റെ അമ്മ ഉണ്ടാക്കണ അത്ര ഒന്നും വരില്ല എന്ന്. ഇന്നിതാ നമ്മുടെ വീട്ടില് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഇനി നമ്മൾ അതിലേക്ക് പൊരിച്ച് ചിക്കൻ ഇടാൻ പോവാണ്. വാവ്, ചിക്കൻ കാൽ. നമുക്ക് ഫസ്റ്റ് തന്നെ ബിരിയാണി അരി കഴുകിയിട്ട് തുടങ്ങാം. നമ്മൾ എടുത്തിരിക്കുന്നത് ജീരകശാലയുടെ ബിരിയാണി. ഇപ്പൊ വീഡിയോ കാണുമ്പോൾ എനിക്ക് എന്താ തോന്നാറ്, ഈ ഫോൺ എടുത്ത് നോക്കാൻ സത്യമായിട്ടും. ഞാൻ ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ ഉമ്മാനോട് ചോദിക്കുന്നു കേട്ടോ, നമ്മൾ ഈ ബിരിയാണി വെക്കുമ്പോൾ എന്തിനാ ഈ തീറ്റട്ട മുകളിലിടുന്നത്? ഉമ്മാക്കും അറിയില്ല. അമ്മ എന്നോട് പറയണ കണക്ക് തിന്നാ പോരെ, വേറൊന്നും വേണ്ടല്ലോ, അത് മതി. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ആർക്കും ഈ ചിക്കൻ ബിരിയാണിയിലെ ചിക്കനും അതുപോലെ തന്നെ ചിക്കൻ ബിരിയാണിയിലെ അണ്ടിപ്പരിപ്പും ഇഷ്ടമല്ല. അതൊക്കെ വെറുതെ എടുത്ത് തിന്നാനാണ് ഇഷ്ടം. ചിക്കൻ ബിരിയാണി വെക്കുമ്പോൾ കുറച്ച് മുമ്പേ നമ്മൾ ചിക്കൻ പൊരിക്കും, എന്നിട്ട് ആ ചൂട് കൊടുക്കാൻ ആ ചിക്കൻ എടുത്ത് കഴിക്കും. അപ്പൊ നമ്മളിതാ ബിരിയാണി തിന്നാൻ വേണ്ടി പോവാണ്. വലിയ ഇല നമ്മൾ എടുത്തിട്ടുണ്ട്, അച്ചാറുണ്ട്, കച്ചമ്പറുണ്ട്, അതുപോലെ തന്നെ ചിക്കൻ പൊരിച്ചതുണ്ട്. നമ്മൾ ബിരിയാണി കഴിക്കുന്നത് ഇലയിലാണ് കേട്ടോ. പാത്രം കഴുകണ്ടല്ലോ, ലാഭമായല്ലോ. അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിക്കൻ വിങ്സൊക്കെ ആയിട്ട് ഞങ്ങൾ ബിരിയാണി കഴിക്കുകയാണ്. ബിരിയാണി അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നാളെ കാണാം.